വളരെ അവിചാരിതമായിട്ട് ഒരു 5 ദിവസത്തേക്ക് പെട്ടെന്നൊരു ട്രിപ്പിന് പോവാൻ ഞാൻ. അപ്പം അങ്ങനെ കണ്ണൂരിന്ന് വന്ദേ ഭാരത് കേറി. വന്ദേ ഭാരതിന്ന് ഉപ്മാവും വടയും വെള്ളം പോലത്തെ സാമ്പാറും അധികം വെള്ളം പോലത്തെ അല്ലാത്തൊരു തക്കാളി ചട്നിയെല്ലാം കഴിച്ചിട്ട് നേരെ ചെന്നിറങ്ങിയത് എറണാകുളത്താണ്. എറണാകുളം എത്തിയ സ്റ്റേഷനിലോട്ട് പിക്ക് ചെയ്യാനൊരു ടാക്സി വന്നു. ആ ടാക്സിയിൽ കയറിയിട്ട് നേരെ പോയത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ളൊരു ഹോട്ടലിലോട്ടാണ്. രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു റൂം എടുത്തിന്. അങ്ങനെ ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഏതോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് അവിടുന്ന് നല്ലോണം ഡാൽഡയിൽ ഇട്ടിട്ടുള്ളൊരു 125 റുപ്യേൻ്റെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിന്. ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ ആ ബിരിയാണി. അങ്ങനെ ബിരിയാണി കഴിച്ച് കുറച്ച് നേരം റൂമിലൊന്ന് കിടന്നുറങ്ങി. എന്നിട്ടൊരു 7 മണിയാകുമ്പോൾ എണീച്ച് കുളിച്ച് ഫ്രഷായിട്ട് നേരെ എയർപോർട്ടിലേക്ക് വിട്ട്. എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബാഗേജെല്ലാം കൊടുത്ത് ബോർഡിംഗ് പാസ്സെല്ലാം കൈപ്പറ്റിയ ശേഷവും ഒന്ന് വാഷ്റൂമിൽ കയറി കാര്യമെല്ലാം സാധിച്ചിട്ട് നേരെ ലോഞ്ചിലേക്ക് വിട്ട്. എൻ്റെ അടുത്ത് ഒരു 10 കാർഡ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡും മറ്റേ കാർഡെല്ലാം ആയിട്ട്. എല്ലാം നോക്കി ഒന്നും കിട്ടുന്നില്ല. അവസാനം ഒരു കാർഡിൽ എങ്ങനെയോ കിട്ടി ലോഞ്ച് ആക്സസ്. അങ്ങനെ 2 റുപ്യ കൊടുത്തിട്ട് ലോഞ്ചിൻ്റെ അകത്തേക്ക് കയറിയേ. സമയം ഏകദേശം രാത്രി ഒരു 9:30 9:45 ആയതുകൊണ്ടാണോ എന്നറിയില്ല, ലോഞ്ചിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന കുറേ ഐറ്റംസ് ആയിരുന്നെങ്കിൽ ഏകദേശം കാലിയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു, ദാലിൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ കുറേ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നേ. എല്ലാം കുറച്ച് കുറച്ച് കഴിച്ച്. പിന്നെ വേറെ ഒരു പ്ലേറ്റ് എടുത്ത് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് അതും കഴിച്ച്. പിന്നെ വേറെ കുറച്ച് ഐറ്റംസും ട്രൈ ചെയ്ത്. എന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച്, പിന്നെ ഒരു കപ്പ് കാപ്പിയും കുടിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ മെല്ലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ടൈം ആയി. ഏകദേശം ഒരു 10:45. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി. എന്നിട്ട് ഒരു 3:30 3:45 മണിക്കൂർ നേരം ഫ്ലൈ ചെയ്ത ശേഷം ചെന്നെത്തിയത് തായ്ലൻഡിലാണ്. ഇതാണ് തായ്ലൻഡിലെ അടുത്ത 4 ദിവസത്തെ ടൂറിനുള്ള എൻ്റെ ഗൈഡ്. പേര് സുസി. കേരളത്തിലെ വൺ ഓഫ് ദി ഫേമസ് ടൂർ ഓപ്പറേറ്റർ ആയിട്ടുള്ള സേഫിങ്സ് ഇൻ്റർനാഷണൽ ആണ് എൻ്റെ ഈ തായ്ലൻഡ് ട്രിപ്പിലെ ടൂർ പാർട്ട്ണർ കേട്ടോ. അങ്ങനെ നീണ്ട 4 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് തായ്ലൻഡിലെത്തിയ ശേഷം നമ്മൾ നേരെ പോയത് തായ്ലൻഡിലെ ഒരു ഹോട്ടലിലോട്ടാണ്. അവിടെ പോയി അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി അവിടെ ഉണ്ടായിരുന്ന കാപ്പിപ്പൊടിയും ബ്രഷും എല്ലാം എടുത്തിട്ട് ഞാൻ ബാഗിലേക്ക് ഇട്ട ശേഷം എല്ലാവരും കൂടെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. നമ്മളതേ മൈൻഡുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടലിൽ താമസിക്കുന്നതെന്ന് എനിക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കാണേണ്ടേരം മനസ്സിലായി. എല്ലാം തീരാനായിട്ടുണ്ട്. രാവിലെ തന്നെ അലാം വെച്ച് എഴുന്നേറ്റിട്ട് തിന്നാൻ വന്നതിനെന്നാ തോന്നുന്നു. കുറേ ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ടേനും കേട്ടോ. ഈ തായ്ലൻഡുകാർ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എല്ലാം റൈസ് ഐറ്റംസിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. ഈ സുന്ദരിയായ കുട്ടി ഉണ്ടാക്കി തന്ന 2 മുട്ട എടുത്തിട്ട്, അതായത് 2 പുഴുങ്ങിയ മുട്ട കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, സോസേജ് ഉണ്ടായിരുന്നു, ചിക്കൻ സലാമി ഉണ്ടായിരുന്നു, പിന്നെ 2 മുട്ടേനെ കൊണ്ട് ഓംലേറ്റ് ആക്കിയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലേറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുട്ടേൻ്റെ ഒരു ഫ്ലേവർ പോലെയല്ല ഇവിടുത്തെ മുട്ട കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി ഒരു ഹെവിയാണ്. പിന്നെ ആ യോക്കലിലുണ്ടല്ലോ, യോക്കലിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് എല്ലാം കഴിച്ചിനെ. ഇനിയാണപ്പോൾ ശരിക്കും ടൂർ ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബസ്സിൽ കയറിയിട്ട് നേരെ പോയത് ഈ കാണുന്ന ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് മറ്റേ ടൈഗറിനോട് ചേർന്ന് ഇരുന്നിട്ടും ടൈഗറിൻ്റെ ചുമലെല്ലാം കൈയിട്ടിട്ടെല്ലാം ഫോട്ടോ എടുക്കുന്ന ആ സ്ഥലം. അങ്ങനെ അവിടെ പോയി അവിടുന്ന് ടൈഗറിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത ശേഷം പിന്നെ മുതലക്കുളത്തിലേക്ക് പോയി. ഇവിടുത്തെ പ്രധാന കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങായിയും ഈ മുതലയും തമ്മിലുള്ള കുറച്ച് കലാപരിപാടികളാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് എന്നിട്ട് വീണ്ടും ഒരു ടൈഗറിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോയി. പക്ഷേ ആടെ ഉണ്ടായിരുന്ന എല്ലാ ടൈഗറും കുറച്ച് പ്രായമായിട്ടുള്ള ക്ഷീണം പിടിച്ച ടൈഗറായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയൊരു ഉഷാറൊന്നും ഉണ്ടായിട്ടില്ല. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച ഒരു 1:45 ആയിട്ടുണ്ടാവും. ലഞ്ചിനുള്ള ടൈമായേ. ഇതിനകത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്കെല്ലാം ലഞ്ച് സെറ്റാക്കിയിട്ടുള്ളത്. ബുഫയാണ്. ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. അതായത് റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ദാലിൻ്റെ കറി ഉണ്ട്, സബ്ജി ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ പ്ലേറ്റുമായിട്ട് പോയിട്ട് കുറച്ച് റൈസ് എടുത്ത്, രസം എടുത്ത്, ദാൽ ദാൽ ഫ്രൈ എടുത്ത്, എന്നിട്ട് ആ നേരിയ അരി ചോറും ദാലും രസവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ആദ്യം കഴിച്ചത്. ടേസ്റ്റ് ഉണ്ട് സാധനം. നല്ല നല്ല ദാലല്ലേനു. പിന്നെ ചിക്കൻ്റെ ഒരു പീസ് പതുക്കെ ഇങ്ങനെ എടുത്തേ. ചിക്കൻ അത്യാവശ്യം സോഫ്റ്റാണ് കേട്ടോ. നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടാക്കുന്ന പോലെ, നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നെല്ലാം കഴിക്കുന്ന പോലത്തെ അതേ ഫ്ലേവർ തന്നെയായിരുന്നു ഈ ചിക്കൻ കറിക്കും. ചെറിയ കഷ്ണം ചിക്കൻ പീസ് ആ പരിപ്പും രസമെല്ലാം കൂട്ടി കുഴച്ച് ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ച് കഴിച്ച് അടിപൊളിയാണ്. അടിപൊളി മീൽസ് ആയിരുന്നു. പിന്നെ ഒരു ചാട്ട് കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരു പാനിപ്പൂരിയും കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ടൈഗർ ടോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ പോയത് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൈഗർ ടോപ്പിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നേരം ദൂരമുണ്ട് കേട്ടോ. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണേ. ആ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ പാസ് കിട്ടിയ ശേഷമാണ് നമ്മൾ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അകത്തേക്ക് പോകുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഒരു പെണ്ണുങ്ങളിങ്ങനെ പാട്ടെല്ലാം പാടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്.
ഇവിടെയെല്ലാം കാണാൻ ഭയങ്കരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു വൈബ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് എന്നെപ്പോലുള്ള യൂത്തിന് ഈ സ്ഥലം സെറ്റാവുമെന്ന് അറിയില്ല. പക്ഷേ ഫാമിലിക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്കൊക്കെ അടിപൊളിയായിട്ട് തോന്നിനി ഈ സ്ഥലങ്ങളൊക്കെ. അനക്ക് പിന്നെ പ്രത്യേകിച്ചിട്ട് അങ്ങനെയൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഈ മാർക്കറ്റ് പ്ലേസ് ഒക്കെ കുറച്ചൊരു ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഞാനിവിടെ പോയ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ത്യൻ മണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനത് എക്സ്ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ ഇന്ത്യൻ മണി എടുക്കുന്നില്ല ആരും. ഡോളറിലേക്ക് മാറ്റിയിട്ടെല്ലാം വേണം എടുക്കുക. അത് പിന്നെ നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എവിടെയെങ്കിലും മാറ്റാമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എനിക്കൊന്നും കഴിക്കാനും പറ്റിയില്ല, വാങ്ങാനും പറ്റിയില്ല. അതുകൊണ്ടെല്ലാവർക്കും ചിലപ്പം ബോറിംഗ് ആയിട്ട് തോന്നിയ ആ സ്ഥലം. അങ്ങനെ വൈകുന്നേരം തിരിച്ച് ഹോട്ടലിലേക്ക് വന്നേ. ഇവിടെയാണ് 3 ദിവസം ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരു കട്ടൻ ചായയെല്ലാം കുടിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. രാത്രിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് നമ്മളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. പോയത് പിന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ്. ഈ റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയിന് കേട്ടോ. നമ്മളെ പഴയ മലയാളം സിനിമേൻ്റെ പോസ്റ്ററിലുണ്ട് അവിടെ ഫ്രെയിം ചെയ്തിട്ട് ചുമരുകളിൽ തൂക്കിയിട്ടിട്ട്. പിന്നെ പ്ലേറ്റുമായിട്ട് അവിടെ ക്യൂവിൽ പോയി നിന്ന് ഐറ്റംസ് എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒരു സൈഡിൽ അവിടെ പോയിരുന്നിട്ട് ഞാൻ പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ. റൊട്ടി എടുത്തിന്, മറ്റേ ചക്രം ഉണ്ടല്ലോ ഫ്രൈസ്, അതെടുത്തിന്. പിന്നെ ഒരു മിൻറ്റ്, ഒരു എരിവുള്ളൊരു ചമ്മന്തി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതുണ്ടേനു. പനീറുണ്ടേനു, പിന്നെ ദാലുണ്ടേനു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ റൈസെല്ലാം ഉണ്ടേ. സാധാരണ ഈ ടൂർ പാക്കേജ് കമ്പനിയിൽ നമ്മൾ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അവർ മിക്കവാറും കൊണ്ടുപോകും. അതേപോലെ തന്നെയാണ് ഇവരും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളെ സേഫിങ്സ് കണ്ടിന്യൂസ് ട്രാവൽ ആയതുകൊണ്ടും പിന്നെ ഉറക്കമൊന്നും ശരിക്കും അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ടും പിന്നെ എത്തി അന്നേ ദിവസം രാത്രി ആയതുകൊണ്ടും ഞാൻ പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് നിന്നില്ല. അതായത് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഇന്ന് തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച്. അടുത്ത ദിവസം മുതൽ നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഫാൻസി ഷോപ്പുള്ള പോലെയാണ് ഇവിടെ മുക്കിന് മുക്കിന് കഞ്ചാവിൻ്റെ വീഡിയോ. ആഹാ, എത്ര മനോഹരമായ കാഴ്ചകളല്ലേ. പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ബ്രഷെല്ലാം ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൻ്റെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ വന്ന്. സാലഡ്സാണ് ആദ്യം തുടങ്ങുന്ന സൈഡിലുള്ള കൗണ്ടറിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിനോട് ചേർന്ന ഒരു കൗണ്ടറിൽ റൈസ് ഉണ്ടായിരുന്നു. അതായത് മെയിൻ കോഴ്സ് ഇവിടെ തായ്ലൻഡിൽ തുടങ്ങുന്നത് റൈസിലാണ്. അത് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും രാത്രിയായാലും. പിന്നെ സ്റ്റിർ ഫ്രൈഡ് ക്യാബേജ് വിത്ത് ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സ്റ്റിർ ഫ്രൈഡ് ബ്ലാക്ക് പെപ്പർ പോർക്ക് എന്ന് പറഞ്ഞ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഇത് സ്റ്റിർ ഫ്രൈഡ് റൈസ് നൂഡിൽസ് വിത്ത് സോയ് സോസ്. പിന്നെ ഇത് മാക്രോണീൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഹാം ക്രീം സോസ് എന്ന് പറഞ്ഞൊരു ഐറ്റം. ഇത് പിന്നെ കഷ്ണങ്ങളാക്കി മുറിച്ച് തറച്ചിട്ടിട്ടുള്ള ചിക്കൻ സ്റ്റേക്ക്. ഇത് ചിക്കൻ ഹാം. പിന്നെ കാണാൻ നല്ല മൊഞ്ചുള്ള സ്മൂത്തായിട്ടുള്ള ചിക്കൻ സോസേജും ഉണ്ടായിരുന്നു. പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ബ്രെഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ബ്രെഡും കേക്കും ബന്നും എല്ലാം ആയിട്ട്. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ഐറ്റംസ് കുറച്ച് കുറച്ച് എടുത്തിട്ടിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. ആദ്യം കട്ട് ഫ്രൂട്ട്സ് തുടങ്ങി, പിന്നെ സാലഡ് കഴിച്ച്, പിന്നെ ഈ ഹാം ക്രീം സോസ് കഴിച്ച്. അടിപൊളിയാണ് കേട്ടോ. അത് ശേഷം കുറച്ച് ഫ്രൈഡ് റൈസ് കഴിച്ച് നോക്കി കേട്ടോ. എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ഇവിടുത്തെ ഫ്രൈഡ് റൈസ്, ഉഗ്ര. ഇനി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഒരു സണ്ണി സൈഡ് അപ്പ് എഗ്ഗ് ഉണ്ടല്ലോ, അതിനെ യോക്കോട് കൂടി ഇങ്ങനെ കഷ്ണാക്കി അവിടെ വെച്ചിട്ട്, പിന്നെ ഇതില്ല നമ്മളെ ചിക്കൻ സ്റ്റേക്ക്, അതിൻ്റെ ഒരു ചെറിയ പീസ് ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ മേലെ വെച്ച്, എന്നിട്ട് ആ മുട്ടയും ചിക്കൻ സ്റ്റേക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഊരിയെടുത്തിട്ട് പിന്നെ പ്രോട്ടീൻ ഓർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തായ്ലൻഡുകാരുടെ ഒരു 4 പുഴുങ്ങി മുട്ട എടുത്തിട്ടുണ്ട്, കോൺഫ്ലേക്സ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ മുട്ടേൻ്റെയും വൈറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബ്രെഡും ബട്ടറും മുട്ടേൻ്റെ വൈറ്റും കൂടെ കൂട്ടി കഴിച്ച്. പിന്നെ ആ കോൺഫ്ലേക്സും പാലും കൂടെ കുടിച്ചിട്ട് ക്രൊസാനിൽ ബട്ടറെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കഴിച്ച് പോയി കുളിച്ച് ഫ്രഷായിട്ട് നേരെ യാത്ര തുടങ്ങി കേട്ടോ. അന്നേ ദിവസം രാവിലത്തെ നമ്മൾ പോയത് കോറൽ ഐലൻഡിലോട്ടാണ്, പട്ടായയിലുള്ള. നമ്മൾ ഹോട്ടലിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം ബസ്സിന് വന്നിട്ട് അവിടുന്ന് ബോട്ടിൽ പോകണം. നല്ല സ്പീഡ് ബോട്ടാണ്. അങ്ങനെ സ്പീഡ് ബോട്ട് പോയി കുറച്ച് ദൂരം പോയപ്പോൾ ബോട്ട് ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ ഈ പാരാസെയിലിംഗ് ഉണ്ട്. ഈ പാരാസെയിലിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ സാധനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വിട്ടത് കോറൽ ഐലൻഡിലേക്കാണ്. ഭയങ്കര വെയിൽ തന്നെ അവിടെ എത്തുന്ന സമയത്ത്. നല്ല കരിഞ്ഞ പോലെയായിരുന്നു. ഞാനൊരു 2 ലെയർ സൺസ്ക്രീനെല്ലാം പുരട്ടിയിട്ടാണ് ഇരുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുള്ള പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇനി ഞാൻ ഒറ്റക്കായതുകൊണ്ടാണോ എന്നറിയില്ല. അതായത് ഞാൻ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സായിട്ടൊന്നും അല്ലല്ലോ ഇവിടെ വന്നത്. ചിലപ്പോൾ അതുകൊണ്ടല്ലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു നായിൻ്റെ ഭയങ്കര ചൂടെടുത്തിട്ട് വെള്ളത്തിലെല്ലാം പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു നട്ടുച്ച നല്ല പൊരി വെയിലത്തൊരു 1:15 വരെ അവിടെ നിന്ന് ഒരു 1:30 ആകുമ്പോൾ അവിടെ വിട്ടിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ഇപ്രാവശ്യം പോയതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. മുംബൈ മസാല അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ അവിടെ കയറി ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വിട്ട്. അതിൻ്റെ വിവരങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാട്ടോ. Today try this one, tomorrow this one. And then she
Wedding cake. Yes. Bye, bye, bye. It was nice meeting you. You should come to Kerala, okay? Sure. Sure, sure, sure. Bye. New Year. Oh, Happy New Year! Happy New Year! Happy New Year. Happy New Year! Yeah, yeah. Yeah! Super boat. Super boat.